നമഃ ശിവായ ശാന്തായ ശുദ്ധായ നിർമ്മലായ പ്രസന്നായ ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. സ്കന്ദായ കാർത്തികേയായ പാർവതീപ്രിയനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ഓം ശരവണഭവാം, ഓം ശരവണഭവാം, ഓം ശരവണഭവാം, ഓം ശരവണഭവാം. നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രകൃതിയിൽ നിറഞ്ഞു ജീവിക്കുന്നതായ സമസ്ത പ്രകൃതിയുടെ മക്കൾക്കും സർവ്വ ഐശ്വര്യങ്ങളും വർദ്ധിക്കുമാറാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാം സദാ ഈശ്വരസ്മരണത്തോടും ഈശ്വരനാമത്തോടും ഈശ്വര ദർശനത്തോടും ഈശ്വരപാദ സേവയോടും അനന്തമായി ജീവിക്കുന്നവരായി ഭവിക്കണം. അതാണ് മഹത്തരമായ പ്രാർത്ഥന. എപ്പോഴും ഈശ്വരനെ സ്മരിക്കുവാനും എപ്പോഴും ഈശ്വരനെ ഭജിക്കുവാനും എപ്പോഴും ഈശ്വരനെ ദർശിക്കുവാനും എപ്പോഴും ആ ഈശ്വരപാദം സേവിക്കുവാനും അതിലൂടെ നമ്മൾ ഏതൊന്നാണോ സങ്കല്പിക്കുന്നത് ആ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ പൂർവ്വകാല ജീവിതം, ഇപ്പോൾ ഉള്ളതായ ജീവിതം, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതായ ജീവിതം എല്ലാം ഈശ്വരനിൽ അർപ്പിതമാണല്ലോ. സംഭവിച്ചതെല്ലാം ഈശ്വര സങ്കല്പമാണ്, ഈ പ്രകൃതിയുടെ സങ്കല്പമാണ്. അതുതന്നെയാണ് ഈശ്വര സങ്കല്പം. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഈ പ്രകൃതിയുടെ സങ്കല്പമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സംഭവിക്കാൻ പോണതും ഈ പ്രകൃതിയുടെ സങ്കല്പം തന്നെയാണ്. നമ്മൾക്ക് അതൊക്കെ പ്രത്യക്ഷമായിട്ട് അറിയിപ്പിച്ചു തരുന്നു ഈ പ്രകൃതി തന്നെ, നമ്മൾ ആരാധിക്കുന്ന ഈശ്വരൻ തന്നെ. ഏത് രൂപത്തിലാണോ, ഏത് ഭാവത്തിലാണോ, ഏത് സങ്കല്പത്തിലാണോ നമ്മൾ ഈശ്വരനെ അറിയുന്നത്, ആരാധിക്കുന്നത്, അതെല്ലാം അതുപോലെ തന്നെ പ്രകാശിക്കട്ടെ. എന്നാൽ എല്ലാറ്റിനും ആധാരമായിട്ടുള്ളത് നമുക്കറിയാം, ഈ പ്രകൃതിയാണ്. ആ പ്രകൃതിയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ആ പ്രകൃതി തന്നെയാണ് നമ്മൾക്ക് മാതാവിനെ കാണിക്കുന്നതും പിതാവിനെ കാണിക്കുന്നതും ഗുരുവിനെ കാണിക്കുന്നതും ഈശ്വരനെ കാണിക്കുന്നതെല്ലാം. ഇന്ന് വരെ നമ്മൾ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ, എന്തൊക്കെ കേട്ടിട്ടുണ്ടോ, എന്തൊക്കെ സ്വാംശീകരിച്ചിട്ടുണ്ടോ, എന്തൊക്കെ നമ്മൾ അനുഭവിച്ച് ആനന്ദത്തിലേക്ക് നമ്മൾ ഉയർത്തിയിട്ടുണ്ടോ, അതെല്ലാം ഈ പ്രകൃതിയുടെ വരപ്രസാദമാണ്. നമ്മൾ പോലും അറിയുന്നില്ലല്ലോ നമ്മളെവിടെ ജനിച്ചു, എങ്ങനെ ജനിച്ചു, നമ്മുടെ ജനന ഉദ്ദേശം എന്താണ്, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ അറിയേണ്ടതൊക്കെ അല്പസ്വല്പം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും അറിയേണ്ടതായിട്ടുള്ളതിനെ അറിയാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അതല്ലേ സത്യം. എല്ലാവിധ ഐശ്വര്യങ്ങളും വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളൊക്കെ ഈ പ്രപഞ്ചശക്തികളെയൊക്കെ ആരാധിക്കുന്നതും അനുഗ്രഹത്തോടു കൂടി ജീവിക്കുന്നതും. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ധാരാളം ആരാധനകളൊക്കെ നടത്താനും നമ്മുടെ ആത്മാവിനെ സംതൃപ്തിപ്പെടുത്തുവാനും ഭാഗികമായിട്ടുള്ള സർവ സങ്കല്പങ്ങളെയും ആന്തരികമായിട്ടുള്ള സർവസങ്കല്പങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കട്ടെ.
2024 എന്ന വിശേഷമായ വർഷം ധാരാളം നന്മകളും നമ്മൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പല വിധത്തിലുള്ള വേദനകളും വിഷമങ്ങളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. എന്നാലും ഇന്നോളം നമ്മൾ ജീവിക്കുന്നു, ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നു, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ജീവിക്കുന്നു. 2025 ആണ്ടിൽ നമുക്ക് ധാരാളം പ്രതീക്ഷകളുണ്ട്. പൂർവ്വകാലത്ത് ഇതുപോലെ ഉള്ളതായ ദുരനുഭവങ്ങളൊന്നും ഇല്ലാതെ, ദുരന്തങ്ങളൊന്നും ദർശിക്കേണ്ടതായ അവസ്ഥകൾ വരാതെ, വിശേഷമായിട്ടുള്ള അനുഭവങ്ങളോട് കൂടിയും വിശേഷമായിട്ടുള്ള ദർശനങ്ങളോട് കൂടിയും വിശേഷമായിട്ടുള്ള അനുഗ്രഹ വർഷങ്ങളോട് കൂടിയും നമ്മൾക്കൊക്കെ ജീവിക്കാൻ സാധിക്കുമാറാവട്ടെ. അതാണല്ലോ വേണ്ടത്. 2025 വർഷം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നു, വിജയിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. നമ്മുടെ വരുന്ന തലമുറകളെ ഉന്നതമായ തലങ്ങളിലേക്ക് നയിക്കുവാൻ വേണ്ടി നമ്മൾ വിശേഷമായ മാർഗങ്ങളൊക്കെ സൃഷ്ടിക്കുന്നു. ഇതൊക്കെ നമ്മൾക്ക് വേണ്ടതുപോലെ സാധിക്കുമാറാവട്ടെ. 2025 എന്ന് പറയുന്നത് മനോഹരമായൊരു വർഷമായി ഭവിക്കുവാനും ഈ ഒരു വർഷത്തിൽ നമുക്ക് ധാരാളം നല്ല നല്ല അനുഭവങ്ങളോട് കൂടിയ വിശേഷമായിട്ടുള്ള ആരാധനകളൊക്കെ നടത്തി, വിശേഷമായിട്ടുള്ള ദർശനങ്ങളോട് കൂടി, വിശേഷമായിട്ടുള്ള പ്രസാദങ്ങളോട് കൂടി മനോഹരമായിട്ടുള്ള ജീവിതം നയിക്കാൻ അനുഗ്രഹമായി ഭവിക്കട്ടെ. എന്തൊന്നാണോ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നത്, ഏതൊന്നാണോ നമ്മളിൽ നിറഞ്ഞു നിന്ന് നമ്മളെ സന്മാർഗത്തിലൂടെ നയിച്ച് സത്സംഗങ്ങളെല്ലാം ശ്രവിച്ച് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്, അത് വളരെ അനുഗ്രഹമായും വിശേഷമായും നമ്മളിൽ സദാ വസിക്കുമാറാവട്ടെ. എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ 2025 എല്ലാവിധ അനുഗ്രഹവർഷങ്ങളോടും കൂടി ധന്യമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ ശരവണ ഭവ. ഓം ശരവണ ഭവ. ഓം ശരവണ ഭവ. ഓം ശരവണ ഭവ.